ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ തുടക്കം മുതൽ നല്ല രസകരമായിരുന്നു. കാരണം ലാലേട്ടന് അവാർഡ് കിട്ടിയ ഒരു വേദി കൂടിയായിരുന്നു. അപ്പോൾ അത് ബി വീട്ടിലുള്ളവരായിട്ട് സന്തോഷം പങ്കുവെക്കുകയും അതുപോലെ തന്നെ അവിടെ വന്നിട്ടുള്ള പ്രമുഖ വ്യക്തികൾ എല്ലാവരും ലാലേട്ടന് വേണ്ടി ആശംസകൾ അർപ്പിക്കുകയും അതുപോലെ തന്നെ ബി വീട്ടിലുള്ള ഓരോരുത്തരും അവരുടെ തുടക്കവും ലാലേട്ടനോട് ചോദിക്കാനുള്ള ചോദ്യവും ചോദിച്ചു. പക്ഷെ അതിൽ അനുമോൾ ചോദിച്ചത്, ലാലേട്ടൻ ഇങ്ങനെ സ്വപ്നം കണ്ടിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് പറഞ്ഞു, വലുതായി കഴിയുമ്പോൾ ലാലേട്ടനെ കല്യാണം കഴിപ്പിച്ച് തരാമെന്നാണ്. അപ്പോൾ അതൊരു കുഞ്ഞായിരിക്കുമ്പോഴുള്ളൊരു ചാബല്യമല്ലേ. ഇപ്പോൾ അനുമോൾ ലാലേട്ടനോട് എന്നോട് പറയുമോ ഐ ലവ് യു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഐ ലവ് യു എന്ന് അനുമോളോട് പറയുന്നുണ്ട്. അതിനുശേഷം വീട്ടിലെ വിശേഷങ്ങൾ കാണിക്കുകയും വീട്ടിലെ വിശേഷത്തിൽ അഭിലാഷ്, ഒനീൽ, ബിന്നി ഇവർ 3 പേരും കൂടി അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എടുത്തു പറയുകയും അത് എടുത്ത് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ജിസയിലിനെയും ആര്യനെയും കുറിച്ച് പറയുന്നത്. പിന്നെ അനീഷിനെ നാളത്തെ പ്രമോ വന്നിട്ട് അനീഷിനെ തേച്ചൊട്ടിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ലാലേട്ടൻ ഒന്നും പറയില്ല. അതാണ് ലാലേട്ടൻ. എന്ത് വലിയ കാര്യങ്ങളുണ്ടെങ്കിൽ അത് പുഷ്പം പോലെ കൈകാര്യം ചെയ്യാൻ ലാലേട്ടൻ അറിയാം. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു നമ്മുടെ ബിഗ് ബോസിൻ്റെ ഈ ഒരു ഷോ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ബാക്കി നാളേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എവിക്ഷൻ നടന്നിട്ടില്ല, നാളെയായിരിക്കും എവിക്ഷൻ. അപ്പോൾ അതിൽ 2 പേര് പുറത്തായി എന്നാണ് കേൾക്കുന്നത്. ഒന്ന് നമ്മുടെ ജിഷനെയും പറയുന്നുണ്ട്, അഭിലാഷിനെയും പറയുന്നുണ്ട്. ഇതിൽ ഏതാണ് സത്യമെന്ന് എനിക്കറിയില്ല. പക്ഷേ പല മീഡിയാസും പുറത്തുവിട്ടുന്ന അഭിലാഷ് ഉറപ്പിച്ചു എന്നാണ്. ഇനി ജിഷിനും പുറത്തായോ എന്ന് ചോദിക്കുന്നത്. ശരിക്കും ഈ ബി വീട്ടിൽ ഫ്രണ്ട്ഷിപ്പ് വരുന്നവരെ അകലാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഈ ഫ്രണ്ട്ഷിപ്പ് വരുന്നതാണ് മുഴുവൻ പ്രശ്നം ഉണ്ടാക്കുന്നത്. ആര്യനായിരുന്നു ശരിക്കും അവിടെ പോവേണ്ടിയിരുന്നത്, പക്ഷേ ഈ ആഴ്ച പോകുന്നില്ല. ആര്യനെ അവിടെ സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കോയിൻ ഇമ്മ്യൂണിറ്റി പവർ കിട്ടുന്നത് ആര്യന് ആർക്കും കൊടുക്കുന്നില്ല, ആദിലയ്ക്കാണ് കൂടുതൽ വിട്ടത്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ജയിലിൽ പോയ ആൾക്കാണോ ഇമ്മ്യൂണിറ്റി കാർഡ് കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതാർക്കും വേണ്ട, അതുകൊണ്ട് ഈ കാർഡ് ഞാൻ സ്പൈക്കുട്ടിന് കൊടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ പറയുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.